Welcome to Classical Mechanics class for MSc Physics, and this class is CM56 Classical Chaos. Today we start a new module, new chapter, Classical Chaos. Module number 5, Classical Chaos. ഈ കയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ അലങ്കോലം, കുഴപ്പം എന്നൊക്കെ പറയും, താറുമാറ് എന്നൊക്കെ പറയുന്നുണ്ട് വാക്ക്. അപ്പോൾ ഈ ചില ഓസിലേഷനൊക്കെ പഠിക്കുമ്പോൾ അവിടെ ചില കുഴപ്പങ്ങളുണ്ട്, ചില അലങ്കോലങ്ങളുണ്ട്, താറുമാറുണ്ട്, കയോസ് ഉണ്ട്. ആ കയോസ് എന്താണെന്ന് പറയുകയാണ്. അപ്പോൾ പുതിയ മോഡ്യൂളിൽ നമ്മൾ ആരംഭിക്കുകയാണ്. പുതിയ മോഡ്യൂളിൻ്റെ പേര് ക്ലാസിക്കൽ കയോസ് എന്നാണ്. കയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുഴപ്പങ്ങൾ, പ്രവർത്തനത്തിലെ വൈകല്യങ്ങൾ എന്നൊക്കെ പറയാം. ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റത്തിലെ കയോസാണ് ആദ്യം പറയാൻ പോകുന്നത്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റംസ്. ലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ KX എന്ന് പറയുന്ന ലീനിയർ ഇക്വേഷനാണ്. പിന്നെ മറ്റ് വേറെ വല്ല ടേമും ഒക്കെ അഡീഷൻ വരികയാണെങ്കിൽ നോൺ ലീനിയർ എന്ന് പറയും. അപ്പം ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റത്തിലെ ക്ലാസിക്കൽ കയോസ് അവ എന്താണെന്ന് ആദ്യം പറയുകയാണ്. Chaos is a study of complex, irregular and unpredictable behavior in determining dynamic systems. Chaos is a study of complex, irregular and unpredictable behavior in determining dynamic systems. ഇപ്പോൾ ഡൈനാമിക് സിസ്റ്റത്തിന് നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ മോണിക്കുലർ ഓസിലേഷൻ അല്ലെങ്കിൽ സ്ട്രിങ് ഓസിലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള, ഇറഗുലറായിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ, പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റത്തെ, ബിഹേവിയറിനെ ആണ് കയോസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുക. ദോ ദി ഗവേണിംഗ് ഇക്വേഷൻസ് ആർ ഡിറ്റർമിനിസ്റ്റിക്, നോ റാൻഡംനെസ്. ദി ഔട്ട്കം ക്യാൻ അപ്പിയർ റാൻഡം. ദ ഔട്ട്കം ക്യാൻ അപ്പിയർ റാൻഡം. ഡ്യൂറ്റി വേണമെന്നില്ല, ക്യാൻ അപ്പിയർ റാൻഡം. ആ ഡ്യൂറ്റി വിട്ടേക്കുക. അതായത് ഇക്വേഷൻസ് എല്ലാം ഡിറ്റർമിനിസ്റ്റിക്കാണ്. അതായത് ഒരു റാൻഡംനെസ്സും ഇല്ല, അതിനകത്ത് ഈ വേരിയേഷനൊന്നും ഇല്ല. നമ്മൾ പഠിക്കുന്ന സാധാരണ ഇക്വേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഫലം, നമുക്ക് കിട്ടുന്ന റിസൾട്ടിനകത്ത് കുറേ റാൻഡം അപ്പിയറൻസ് ഉണ്ടാകും. ഇനി എന്താണ് ലീനിയർ ഡൈനാമിക് സിസ്റ്റംസ്? A linear system is governed by a linear differential equations of the form x double dot is equal to ax, and x is a member of R space. X is a member of R space, the real space. Then x represents the time derivative, x dot represents the time derivative of the state vector. X dot ആണ്. A is a constant matrix. ആ ഇക്വേഷനകത്ത് A is a constant matrix known as the system matrix that determines the dynamics of the system. And x belongs to R indicates that the system variable x is a real valued function of time t. Real valued function. That is the meaning. X belongs to R indicates that the state variable x is a real valued function of time t. അപ്പോൾ ആ ഇക്വേഷനകത്തുള്ള ടേംസ് ഒക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻ എ സെൻസ്, ദ ഇക്വേഷൻ ഡിസ്ക്രൈബ് ഹൗ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ സിസ്റ്റം സ്റ്റേറ്റ് എക്സ് ഡബിൾ ഡോട്ട് is directly proportional to the current state x with the proportionality constant using the matrix A. മെട്രിക്സ് A വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് ഡബിൾ ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഡോട്ട് വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതൊരു മെട്രിക്സ് കൊണ്ടാണ് ബന്ധിപ്പിക്കുന്നത്. എക്സ് ഡോട്ട് വന്നിട്ട് ഡബിൾ ഡോട്ട് വേണമെന്നില്ല. എക്സ് ഡോട്ട് ഈസ് എക്സ് ആണ്. വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് displacement. X dot represents the time derivative of the state vector x. Time derivative ഇപ്പോൾ velocity ആണ്. A is a constant matrix known as the system matrix that determines the dynamics of system,
and x belongs to R indicates that the state variable x is a real valued function of the time t. ഇപ്പോൾ ആർ വരുമ്പോൾ ഓർത്തോളണം, ക്യാപിറ്റൽ ആർ. ഇറ്റ് ഈസ് എ റിയൽ സ്പേസ്, റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഓഫ് ടൈം ടി. In essence, the equation describes how the rate of change of the system state x dot is directly proportional to its current state x, with the proportionality constant being the matrix A. Features of linear equations. Superposition principle holds here. Superposition principle holds. Sum of two solutions is also a solution. That is the meaning. When we find a solution, we get a number of solutions, and the sum of two solutions will be also a solution. The phase space trajectories are simple straight lines, ellipses, spirals, etc. ഈ പാർട്ടിക്കിൾ മോഷൻ അതിൻ്റെ ഫേസ് സ്പേസ് എന്ന് വിളിച്ചാൽ ഒന്നെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ എലിപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പൈറൽ പാത്ത് ആയിരിക്കും. പ്രഡിക്റ്റബിൾ ആൻഡ് നോൺ കയോട്ടിക് ബിഹേവിയർ, പ്രവചിക്കാൻ നോൺ കയോട്ടിക് ആയിരിക്കും. സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി ഐഗൻ വാല്യൂസ് ഓഫ് എ, മെട്രിക്സ് ഐഗൻ വാല്യൂവിനെ ആശ്രയിച്ചിട്ടാണ് ഈ മോഷൻ്റെ സ്റ്റെബിലിറ്റി ഇരിക്കുന്നത്. സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ്സ്. അപ്പോൾ ഒരു ഫാക്ടർ വരും, അത് പറയുകയാണ് ആർ ഇ ലാംഡ ലെസ് ദാൻ 0 ആണെങ്കിൽ സ്റ്റേബിൾ ട്രജക്ടറീസ് ഡിക്കേ ടു ഇക്വിലിബ്രിയം. അപ്പോൾ ഈ മോഷണൽ ട്രജക്ടറി ഉണ്ട്, അത് ഇക്വിലിബ്രിയത്തിലേക്ക് മാറും ഈ ആർ ഇ ലാംഡ എന്നൊരു ഫാക്ടർ ലെസ് ദാൻ 0 ആണെങ്കിൽ. ആ ഫാക്ടർ പുറകെ കാണുന്നതാണ്. അപ്പോൾ ആ ഫാക്ടർ ആർ ഇ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ട്രജക്ടറീസ് ഡൈവേർജ്. പ്യൂർലി ഇമാജിനറി ലാംഡ means oscillations naturally stable. Example, simple harmonic oscillator. Simple harmonic oscillator വെച്ച് നമുക്ക് എക്സാമ്പിൾ പറയാം. The differential equation of simple harmonic oscillator is x double dot plus omega square x is equal to 0. And the solution is x is equal to a cos omega t plus b sin omega t. അതാണ് സൊല്യൂഷൻ. അത് നമുക്ക് അറിയാവുന്ന ഒരു യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നോൺ ലീനിയർ ഡൈനാമിക്കൽ സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ എന്ന് നോക്കുക. നോൺ ലീനിയർ ഡൈനാമിക്കൽ സിസ്റ്റംസ്. എ നോൺ ലീനിയർ സിസ്റ്റം ഹാസ് ഇക്വേഷൻസ് ഓഫ് ദി ഫോം എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എഫ് ഈസ് എ നോൺ ലീനിയർ ഫംഗ്ഷൻ. ഇനി ഫീച്ചേഴ്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റംസ്. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഡസ് നോട്ട് ഹോൾഡ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇവിടെ ശരിയാകത്തില്ല. എക്സാമ്പിൾ എക്സിബിറ്റ് റിച്ച് ബിഹേവിയർ ബൈഫർക്കേഷൻസ്, ലിമിറ്റ് സൈക്കിൾസ്, സ്ട്രേഞ്ച് അട്രാക്റ്റേഴ്സ്. അപ്പോൾ ഈ അട്രാക്റ്റേഴ്സും ബൈഫർക്കേഷനുകൾ പ്രത്യേകം പറയുന്നുണ്ട്. എക്സിബിറ്റ് റിച്ച് ബിഹേവിയർ, ബൈഫർക്കേഷൻസ്, ലിമിറ്റ് സൈക്കിൾസ്, സ്ട്രേഞ്ച് അട്രാക്റ്റേഴ്സ്. ക്യാൻ ഡിസ്പ്ലേ സെൻസിറ്റിവിറ്റി ടു ഇനീഷ്യൽ കണ്ടീഷൻസ്. ഹാൾമാർക്ക് ഓഫ് കയോസ്. ക്യാൻ ഡിസ്പ്ലേ സെൻസിറ്റിവിറ്റി ടു ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷനോട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അത് കയോസിൻ്റെ ഒരു പ്രത്യേകതയാണ്. Often requires numerical methods for analysis. അനാലിസിസിൻ്റെ സൊല്യൂഷന് ന്യൂമറിക്കൽ മെത്തേഡ്സ് വേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയാണ്, ഡഫിംഗ് ഓസിലേറ്റർ. അപ്പോൾ ഡഫിംഗ് ഓസിലേറ്റർ എന്ന അതിൻ്റെ ആ ഓസിലേഷൻ വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കും. എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഡോട്ട് പ്ലസ് എക്സ് പ്ലസ് ബി എക്സ് ക്യൂബ്ഡ് ഈസ് ഈക്വൽ ടു ഗാമ കോസ് ഒമേഗ ടി. അപ്പോൾ എന്താണ് ഡഫിംഗ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ഇക്വേഷൻ മോഷനിൽ
ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഓസിലേറ്ററിനെ ഡഫിംഗ് ഓസിലേറ്റർ എന്ന് പറയാം. ഈ ഇക്വേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഓസിലേറ്ററിനെയാണ് നമ്മൾ ഡഫിംഗ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ XN + 1 എന്ന് പറയുന്നത് എന്താണ്? XN + 1 ഈസ് RXN × 1 - XR എന്ന് പറയാം. XR 1 - XR ബ്രാക്കറ്റ് ക്ലോസ്ഡ്. ദി ട്രാൻസിഷൻ ഫ്രം ഓർഡർ ടു കയോസ്. ഓർഡർ എന്ന് വെച്ചാൽ ക്രമം. കയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ അലങ്കൂലം, കുഴപ്പം. അപ്പോൾ ഓർഡർ ടു ഡിസോർഡർ എന്ന് പറയുന്ന അർത്ഥം. ഓർഡർ ടു ക്രമത്തിൽ നിന്ന് ക്രമമില്ലായ്മയിലേക്ക്, താളത്തിൽ നിന്ന് താളമില്ലാത്തതിലേക്ക് പോകുന്ന അവസ്ഥ. ട്രാൻസിഷൻ ഫ്രം കയോസ് ടു ഓർഡർ ടു കയോസ്. ആസ് കൺട്രോൾ പാരാമീറ്റേഴ്സ് വേരി, നോൺ ലീനിയർ സിസ്റ്റംസ് മേ അണ്ടർഗോ ബൈഫർക്കേഷൻസ്. ഇപ്പോൾ കൺട്രോൾ പാരാമീറ്റേഴ്സ് മാറിക്കഴിഞ്ഞാൽ നോൺ ലീനിയർ സിസ്റ്റംസ് ബൈഫർക്കേഷനിലേക്ക് മാറും. വാട്ട് ഈസ് ബൈഫർക്കേഷൻ? ദാറ്റ് വി സി ഇൻ ദ കമ്മിങ് ക്ലാസ്. ഫിക്സഡ് പോയിൻറ്റ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ലിമിറ്റ് സൈക്കിൾ, പീരിയോഡിക് ഓസിലേഷൻസ്. പീരിയോഡ് ഡബിളിംഗ് കാസ്കേഡ്, റൂട്ട്സ് ടു കയോസ്. കയോട്ടിക് അട്രാക്റ്റർ, ഇറഗുലർ അൺപ്രഡിക്റ്റബിൾ മോഷൻ. ലോറൻസ് സിസ്റ്റം, വെതർ മോഡൽ. ലോറൻസ് സിസ്റ്റം എന്താണ്? ലോറൻസ് ഇക്വേഷൻസ് ഒബേ ചെയ്യുന്ന സിസ്റ്റം. അപ്പോൾ എന്താണ് ഇവിടെ ലോറൻസ് ഇക്വേഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ന് നോക്കുക. X dot is sigma × y - r, y - x. Y dot is x × rho - z - y. Z dot is xy - beta z. അപ്പോൾ ഇത് നോൺ ലീനിയാരിറ്റിയുടെ ഇക്വേഷൻസ് ആണ് ലോറൻസ് സിസ്റ്റം എന്ന് പറയും. കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കയോസ്. കയോസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഡിറ്റർമിനിസ്റ്റിക് ബട്ട് അൺപ്രഡിക്റ്റബിൾ. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. ഗിവൻഡ് ബൈ ഇക്വേഷൻസ് yet highly sensitive. Number 2, sensitive dependence on initial conditions. ബട്ടർഫ്ലൈ എഫക്റ്റ് നമ്മൾ കേട്ടുകാണുമല്ലോ. ചെറിയ ബട്ടർഫ്ലൈയുടെ ഒരു ചിറകടി കൊണ്ടുണ്ടാകുന്ന വായുവിലെ ഡിസ്റ്റർബൻസ് വലിയൊരു കൊടുങ്കാറ്റായിട്ടും വരെ മാറാം എന്ന് പറയുന്നതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. നമ്മൾ പറയുന്നുണ്ടത്. ഒരു ബട്ടർഫ്ലൈയുടെ ചിറകടിയിലുണ്ടാകുന്ന ചെറിയൊരു എയറിലെ ഡിസ്റ്റർബൻസ് വേണമെങ്കിൽ കൊടുങ്കാറ്റായിട്ട് രൂപാന്തരപ്പെടാം എന്ന് പറയുന്നതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. സെൻസിറ്റീവ് ഡിപ്പെൻഡൻസ് ഓൺ ഇനീഷ്യൽ കണ്ടീഷൻസ്. എപ്പിരിയോഡിക് ലോങ് ടൈം ബിഹേവിയർ നെവർ സെറ്റിൽസ് ഇൻടു ഫിക്സഡ് സൈക്കിൾസ്. ഫ്രാക്റ്റൽസ് ആൻഡ് സ്ട്രേഞ്ച് അട്രാക്റ്റേഴ്സ്. ജോമെട്രി ഓഫ് കയോട്ടിക് ട്രജക്ടറീസ്. അപ്പോൾ നമ്മൾ കയോട്ടിക് ട്രജക്ടറി പറയുന്നുണ്ട്. അവിടെ ഈ ഫ്രാക്റ്റൽസും സ്ട്രേഞ്ച് അട്രാക്റ്റേഴ്സും വരും. പോസിറ്റീവ് ലിയാപുനോവ് എക്സ്പോണൻറ്റ്. അങ്ങനൊരു ടേമുണ്ട്. ഹാൾമാർക്ക് ഓഫ് കയോസ്. ഈ പോസിറ്റീവ് ലിയാപുനോവ് എക്സ്പോണൻറ്റ് ഈ കയോസിൻ്റെ ഒരു ഹാൾമാർക്കാണ്. കയോസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്നും കൂടി, അല്ലെങ്കിൽ ഈ രണ്ടും കൂടി, ഈ ലീനിയർ സിസ്റ്റം, നോൺ ലീനിയർ സിസ്റ്റം ഒന്ന് കമ്പയർ ചെയ്യാം. എന്താണ് ഇവയുടെ ഒരു കമ്പാരിസൺ? ആസ്പെക്റ്റ് ലീനിയർ സിസ്റ്റംസ്, നോൺ ലീനിയർ സിസ്റ്റംസ്. ഇക്വേഷൻസ്, ലീനിയർ differential equations, non-linear differential equations. Solutions, superposition principle, no superposition. Behavior, simple, periodic, stable, unstable, complex, limit cycles, bifurcation, chaos. അതെല്ലാം അവിടെ വരും. Predictability, fully predictable, sensitive to initial conditions. Chaos,
ഇമ്പോസിബിൾ, പോസിബിൾ. ഇപ്പം നോൺ ലീനിയറിൽ മോഷനിലാണ് കയോസ് സാധാരണ നമ്മൾ കാണുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് കയോട്ടിക് തിയറി, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ്? വെതർ ഫോർകാസ്റ്റിംഗ്, ലോറൻസ് സിസ്റ്റം, പോപ്പുലേഷൻ ഡൈനാമിക്സ്, ലോജിസ്റ്റിക് മാപ്പ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, ചുവാസ് സർക്യൂട്ട്, ഫ്ലൂയിഡ് ടർബുലൻസ്, അസ്ട്രോണമി, കയോട്ടിക് ഓർബിറ്റ്സ്. സമ്മറി, ഇതിൽ ഇത്രയും പറഞ്ഞ സമ്മറി, ഒരു ആമുഖമാണ്. ഇത്രയും പറഞ്ഞ സമ്മറി: ലീനിയർ സിസ്റ്റംസ് ആർ predictable, simple and never chaotic. Non-linear systems are rich in behavior and can exhibit chaos marked by sensitivity to meet initial conditions, bifurcations and strange attractors. Principle of chaos theory. Chaos theory principle എന്താണ്? Chaos theory is a fascinating branch of mathematics and physics that studies the behavior of dynamic systems that are highly sensitive to initial conditions. Here are some key principles of chaos theory. അപ്പോൾ chaos theoryയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കുക. The principle of chaos theory. Chaos theory is a fascinating branch of mathematics and physics that studies the behavior of dynamic systems that are highly sensitive to initial conditions. Chaos theory is a fascinating branch of mathematics and physics. ഫിസിക്സിലെ മാത്തമാറ്റിക്സിലെ ഒരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. ദാറ്റ് സ്റ്റഡീസ് ദി ബിഹേവിയർ ഡൈനാമിക് സിസ്റ്റംസ്. ഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ബിഹേവിയറാണ് അവ കാണിക്കുന്നത്. ഈ ബിഹേവിയറെല്ലാം ഇനിഷ്യൽ കണ്ടീഷനെ ആശ്രയിച്ചിരിക്കാം. ചില എക്സാമ്പിൾ ഇനി പറയുന്നതാണ്. ദ ബട്ടർഫ്ലൈ എഫക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സൂചന പറഞ്ഞത്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്താണ്? ദ ബട്ടർഫ്ലൈ എഫക്റ്റ് is a key principle of chaos theory that suggests small changes in initial conditions can lead to vastly different outcomes. It illustrates how a butterfly flapping its wings in one location can eventually cause a tornado in another location. In simpler terms, it means that tiny actions can have big consequences, and predicting long-term outcomes can be challenging due to sensitivity of the systems to initial conditions. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ചിറക്, ആ ഒരു ചിറകടി, അത് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് വലിയൊരു കൊടുങ്കാറ്റായിട്ട്, ടോർണാഡോ ആയിട്ട് വേറെ എവിടെയെങ്കിലും മാറാം. അത് കയോസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ചെറിയ ഒരു ചിറകടി ദൂരെ ഒരു സ്ഥലത്ത് വൻ കൊടുങ്കാറ്റായിട്ട് മാറുന്നതിനെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഈ കയോട്ടിക് തിയറിയിൽ അതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇൻ സിമ്പിൾ ടേംസ് ഇറ്റ് മീൻസ് ദാറ്റ് ടൈനി ആക്ഷൻസ് ക്യാൻ ഹാവ് ബിഗ് കോൺസിക്വൻസസ്. ചെറിയ പ്രവൃത്തിക്ക് വലിയ ഫലം ഉണ്ടാകും. ആൻഡ് പ്രഡിക്റ്റിംഗ് ലോങ് ടേം ഔട്ട്കംസ്, നീണ്ടു നിൽക്കുന്ന ഫലമായിരിക്കും ഉണ്ടാകുന്നത്. ദാറ്റ് ക്യാൻ ബി ചാലഞ്ചിങ്, വളരെ വെല്ലുവിളി നേരിടേണ്ട ചില ഔട്ട്കമാണ് വരുന്നത്. ഡ്യൂ ടു ദി സെൻസിറ്റിവിറ്റി ഓഫ് സിസ്റ്റംസ് ടു ഇനിഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷനിൽ എന്തുമാത്രം ഈ സംഭവം ബന്ധപ്പെട്ടിരിക്കുന്നു, അത് അനുസരിച്ചിട്ടാണ് ഫ്യൂച്ചർ കൺസിക്വൻസ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഈ ലോങ് ടേം കൺസിക്വൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആകാം. വാട്ട് ആർ കയോസ് എന്ന് മതി, അവിടെ ഒരു ഹിൻസ് വാക്കുകളുള്ളത് വേണ്ട. വാട്ട് ആർ കയോസ്? എക്സ്പ്ലെയിൻ ബ്യൂട്ടിഫുള്ളി ലീനിയർ സിസ്റ്റംസ് ആൻഡ് നോൺ ലീനിയർ. ഇനി വേണ്ട നോൺ ലീനിയർ സിസ്റ്റംസ് വിത്ത് their features and examples.
Next question, what are linear systems? Give examples. What are non-linear systems? Give examples. Explain transition from order to chaos. Explain Lorentz system of weather model. What are the key characteristics of chaos? Explain applications of chaos theory. Chaos theory. T വേണം. Chaos theory. What is butterfly effect? അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. യു സ്റ്റഡി ആൻഡ് ദിസ് ദ ഫസ്റ്റ് ക്ലാസ്. A few more classes are there to complete this paper. Thank you very much.